ഇന്നലെ പറഞ്ഞല്ലേ കിസ്വ മൗലവി തട്ടിവിട്ടതാണ് എന്നാ. അതിന് ഞാൻ സക്കാഫി അല്ലല്ലോ. അങ്ങനെ തട്ടിവിടേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്ന് ഞാനത് കാണിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് കാണിക്കും എന്ന് പറയുമ്പോ സാധനം ജിദ്ദയിലുള്ളത്. ഇന്ന് മാത്രല്ല, ഇന്നത് കിട്ടാൻ ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട അവർ പറഞ്ഞ് തരാം. പക്ഷെ ഇന്ന് അവധിയാണ്. അവധി ഒന്ന് ഉച്ച കഴിഞ്ഞ് അവധിയാണ്, അതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. തിങ്കളാഴ്ച ഏഷ്യാനെറ്റുകാർ തരാം എന്ന് അവര് ഏറ്റു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും മനസ്സിൽ വിഷമമുണ്ടായിരുന്നു. എന്ത് പടച്ചോനെ, ഇന്നലെ പറഞ്ഞാണല്ലോ ഇന്നിവിടെ കാണിക്കും. ഇനി നാളെ മൂല്യാക്കന്മാരത് ആഘോഷിക്കോലോ എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്ത് പടച്ചോമ്പുരാനെ അത് ഹൈറാണെങ്കിൽ നീ ഇവിടെ എത്തിക്കരുത്, അത് കാണിക്കാതിരുന്നാൽ ഇവിടെ ഹൈറാണെങ്കിൽ നീ എത്തിക്കരുത്. ഇനി അതല്ല, അത് കാണിച്ചാലാണ് ഹൈറെങ്കിൽ ഞാൻ പ്രസംഗം തീരുന്നതിന് മുമ്പ് പടച്ചോനെ അത് ഇവിടെ എത്തിക്കണം എന്ന് ദുആ ചെയ്തിട്ടാണ് ഈ സ്റ്റേജിലേക്ക് വന്ന് കയറിയത്. എന്തായാലും അള്ളാന്റെ അനുഗ്രഹത്തെ സാധനം ഇവിടെ എത്തിപ്പോയി. കിസ്വ ഇവിടെ എത്തിപ്പോയി. ജിന്നുണ്ടോന്നൊന്നല്ല കേട്ടോ, അത് കൃത്യമായി ഇവിടെ എത്തി. അത് കണ്ടോളൂ. ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടെ കേൾക്കണല്ലോ, മറക്കരുത്. ചിലപ്പോൾ മറന്നു. പ്രത്യേകിച്ച് സഹാബികൾ അങ്ങനെയാണ്. കാരണം വെച്ചാല് നമ്മൾ എന്ത് പറയും, ഇപ്പൊ പറഞ്ഞൊക്കെ അവർ മറന്നു. അവര് കാണും കേൾക്കും. നമ്മൾ ക്ലിപ്പിട്ടാലും മറുപടി പറഞ്ഞാലും ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് ഗ്രഹിക്കാൻ പറ്റൂല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, 2 ദിവസം കൃത്യമായി നമ്മൾ മറുപടി പറഞ്ഞു കൊടുത്താൽ അവർക്ക് ചെവിയുണ്ടേലും പക്ഷെ അവർ കേൾക്കൂല. വലഹും ലാ യുബ്സിറൂന ബിഹാ, കൃത്യമായി സ്ക്രീൻ വെച്ച് 2 സ്ക്രീൻ വെച്ച് കാണിച്ചു കൊടുത്താലും കണ്ണുണ്ട് പക്ഷെ അവർ കാണൂല. ഉലൈക കൽ അൻആം ബൽഹും അളൽ. അർത്ഥം എന്താ പരിഭാഷയൊക്കെ പിടിച്ചോ, അർത്ഥം പരിഭാഷയൊക്കെ പിടിച്ചോ. കാരണം ഇനി നാളെ വന്നിട്ട് ഇതന്നെ. ഞാൻ മുമ്പ് എടപ്പള്ളി മറുപടി പറഞ്ഞു, തലക്കെട്ട് അയച്ചിട്ട് പലരും ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു. എന്തേ പറഞ്ഞതിന് മറുപടി പറയണ്ടോ? പറഞ്ഞതിന് മറി. ഇനി കാക്കനാട് നോക്കിയോ നിങ്ങള്? ഇനി ഇവിടെ വന്നവനും പഴയ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ചപ്പളിച്ചിട്ട് പോണാണ്. പറഞ്ഞതിന് മറുപടി അതാ വേണ്ടത്. കൃത്യമായി ആദർശം പറഞ്ഞോളൂ, പറഞ്ഞതിന് മറുപടി പറഞ്ഞോളൂ. വീണ്ടും വീണ്ടും പഴയത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഏതായാലും കിസ്വ ഒന്നുകൂടി വരട്ടെ വാർത്ത. എന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ മേലെ പച്ചപ്പട്ട് അല്ലെങ്കിൽ പച്ച തുണി, വളരെ വില പിടിച്ച തുണി കൊണ്ട് ആ ജാറം മൂടുന്നുണ്ടെന്ന് ഞാൻ അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങിയ പത്രം വായിച്ചു പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, മൗലവി പറഞ്ഞു അപ്പത്രം ഞങ്ങൾ നിർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പല അക്രമങ്ങളും അവർ ചെയ്യാറുണ്ട്. അത് ശരിയായിരിക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രാവശ്യം ഹജ്ജിന്റെ സമയത്ത് എനിക്ക് കാസർഗോഡ് നിന്ന് ഖലീൽ ഹാജി വിളിക്കുകയാണ്. ഉസ്താദ് കേട്ടോ? എന്താണ് ഹാജിയാരെ? ഏഷ്യാനെറ്റ് വാർത്ത കേട്ടോ? എന്താണ്? കഅബത്തിന്റെ ഖില്ല നിർമ്മിക്കുന്ന വലിയ ഫാക്ടറി ഉണ്ട് മക്കയിൽ. ആ വലിയ ഖില്ല നിർമ്മിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖബറയുടെ മേലെ ഇടുന്ന തുണിയും നിർമ്മിക്കുന്നത് എന്ന് ഏഷ്യാനെറ്റ് വാർത്ത ഉണ്ടായിരുന്നു. ഉസ്താദ് കേട്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഈ വാർത്ത ഒന്നും കേൾക്കാൻ പോലില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വാർത്ത ഒന്ന് എനിക്ക് സംഘടിപ്പിച്ചെങ്ങനെ തരുവോ നോക്കാന്ന് പറഞ്ഞു. അതാണ് ഇനി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഏഷ്യാനെറ്റ് വാർത്ത ഞാൻ ഉണ്ടാക്കിയതല്ല. അതില് ഏഷ്യാനെറ്റ് വാർത്തയായതുകൊണ്ട് ഒരു പെണ്ണ് വായിക്കും, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, കേട്ടാ മതി. പിന്നാണ് പറയുമ്പോ നോക്കിക്കോളൂ. എന്താണ് വാർത്തയിൽ എന്താ പറയുന്നത്, അത് ശരിക്ക് കേട്ടോ. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കാബാലത്തെ പുതപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കഅബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബലാഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കഅബയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷമെടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്.
സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കാബയെ പുതുപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കാബയെ പുതുപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ ഉള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കബറിടം പുതുക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പുതുക്കാനുള്ള പച്ചത്തുണിയും ഇവിടെ വെച്ചാ നിർമ്മിക്കപ്പെടുന്നത് തൊട്ട് അതിന്റെ ബോർഡ് അടക്കം ആ കമ്പനി അടക്കം കാണിച്ചത് ഏഷ്യാനെറ്റ് വാർത്തയാണ്. എന്തിനാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? ആരാ ഇപ്പൊ തെറ്റിദ്ധരിപ്പിച്ചത്? ആരാ തെറ്റിദ്ധരിപ്പിച്ചത്? എന്തിനാ ഈ പണിക്ക് നടക്കുന്നത്? ഞാൻ ഇന്നലെ ചോദിച്ചല്ലോ, എവിടെ പോയി എന്റെ റിപ്പോർട്ടർ പേരെവിടെന്ന്? എന്തിനാ അത് മുറിച്ചത്? എന്തിനാ അത് മുറിച്ചത്? നിങ്ങളുടെ റിപ്പോർട്ടിന്റെ ആളെയും കാണിക്കേണ്ടതില്, വാർത്തയില് റിപ്പോർട്ട് ചെയ്ത ആളുടെ പിക്ചറും കാണിക്കുന്നത്. എവിടെ പോയി ആ പിക്ചർ? എവിടെ പോയി പേര്? ഞങ്ങൾ ചോദിച്ചാലോ? നിങ്ങൾ ആ വാക്കിനിടെ തിരുമിയാല് ഞങ്ങളത് പിടിക്കൂലെന്ന് വിചാരിച്ചോ? ഏയ് എന്ത് കിസ്വ അങ്ങനെ നിർമ്മാണശാല ഉണ്ട്, അതിന്റെ ഫുൾ കളക്ഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. കിസ്വ നിർമ്മാണം ആ ഫാക്ടറിയുടെ ഫുൾ കളക്ഷൻ വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു തരും. പക്ഷെ അവിടെ നിങ്ങൾ കൂട്ടിച്ചേർത്ത് ഇടയ്ക്ക് കയറാൻ പോയില്ലേ? ഏത് നബിയുടെ ഖബറിന്റെ മുകളിൽ വിരിക്കുന്ന പച്ചപ്പട്ടും അതും ഇവിടെയാണ് ഈ നിർമ്മിക്കുന്നത്, ഈ ഫാക്ടറിയിലാണ് നിർമ്മിക്കുന്നത് എന്ന് കൂട്ടിച്ചേർത്ത വാചകം ഉണ്ടല്ലോ, ആ വാചകം കയ്യിന്നിട്ട് ചുളിവിലങ്ങ് കയറിപ്പോകാന്നാ വിചാരിച്ചത്. സത്യത്തിൽ അങ്ങനില്ല. റസൂലുള്ളാന്റെ ഖബറിന്റെ പേരിൽ കളവ് പറഞ്ഞു. പണ്ട് ഇവര് അൽ മുസ്ലിം എന്ന പത്രം, ആ പത്രത്തിൽ കളവ് നടത്തി, പിടിച്ചു. സൗദി ഗവൺമെന്റ് പിടിച്ചു നിർത്തിച്ചു ആ പത്രം. ഹേയ് എന്താ പറയാ, ഹേയ് മുജാഹിദീങ്ങൾ അങ്ങനെ പല പണിയും നടത്തി. മൂപ്പരെ ഇടയ്ക്ക് പറയുന്നുണ്ട് മുജാഹിദിൽ അങ്ങനെ പല വികൃതിയും കാണിച്ചു. മുജാഹിദികളുടെ ഒക്കെ സാധീനെ ഹേയ് സൗദി ഗവൺമെന്റ് ഒക്കെ നമ്മൾ പറയുന്ന പോലെ നിർത്തും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മുജാഹിദുള്ള സ്വാധീനം എത്ര വലുതാണ്. എടോ നുണയൻ ഒരിക്കലും ഗതി കിട്ടൂല. കളവ് പറയുന്ന ഒരിക്കലും എവിടെയും വിജയിക്കൂല. അതാ ശരി. കളവ് പറയുന്നതിനാ വിജയിക്കാത്തത്. അത് ഇവര് നോക്കുമ്പോ മുജാഹിദിന്റെ അങ്ങനെ പല സ്വാധീനമുണ്ട്. സത്യത്തിന്റെ ആളുകൾ എപ്പോഴും വിജയിച്ചേക്കും. അത് സ്വാധീനാണ്, പടച്ചവന്റെ സഹായമാണ്. ആ സഹായം കൃത്യമായി കിട്ടും. ഇനി ഇന്നലെ കൂക്കിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? ഏയ് അവരൊക്കെ ഒന്നുകൂടെ റെഡി ആയിരുന്നു, ഒന്നുകൂടെ കൂക്കാൻ. കേട്ടോളൂ. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മുസ്ലിമുകൾ വിട്ടുനിൽക്കണമെന്ന് സൗദിയിലെ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് 7ാമത് അന്താരാഷ്ട്ര സമ്മേളനം അടുത്ത മാസം 1-ന് ജിദ്ദയിൽ ആരംഭിക്കും. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഓഫ് ഇസ്ലാമിക് എക്കണോമിക് റിസർച്ചേഴ്സ് ആണ് സമ്മേളനത്തിന്റെ സംഘാടകർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ, ഗവേഷകർ, ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. സമ്മേളനം 3 ദിവസം നീണ്ടു നിൽക്കും. അതേസമയം റബിയുൽ അവ്വൽ മാസത്തിൽ പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ലെന്ന് സൗദിയിലെ വിവിധ പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ മതപണ്ഡിതർ പറഞ്ഞു. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. മക്കയിലെ വിശുദ്ധ കാബയെ പുതുപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ ഖബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ ഹറം പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഹജ്ജ് ഉംറ വേളകളിൽ സായി നിർവഹിക്കുന്ന സഫ മർവ കുന്നുകൾക്കിടയിലെ സൗകര്യം ഇരട്ടിപ്പിക്കുന്ന ജോലി അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ തീർത്ഥാടകർക്ക് അനായാസമായി ഹജ്ജ് ഉംറ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാകും. സൗദിയിൽ നിന്നും ജലീൽ കണ്ണമകലം, ഏഷ്യാനെറ്റ് ന്യൂസ്. ഒന്ന് തക്ബീർ വിളിച്ചാൽ കൊള്ളാന്നുണ്ടല്ലോ മുസ്ലിയാക്കന്മാർക്കല്ലേ? തക്ബീർ വിളിച്ചാൽ കൊള്ളാന്നുണ്ടല്ലോ അല്ലെ? ഏയ് എന്താ വിചാരിച്ചത്? അടിസ്ഥാനരഹിതമായ പ്രചരണം. ആരാണോ പറഞ്ഞത് പറഞ്ഞവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. കേട്ടോ? ഒന്നുകൂടെ നിങ്ങൾ കേട്ടോ. അതെന്താ പറയുക? നബിദിനം കൂടെ കൂടത്തി കയറി. അതാണ് രണ്ടെണ്ണ കയറ്റിയത്. ഒന്നുകൂടി കേട്ടോ. അപ്പൊ മുസ്ലിയാക്കന്മാരൊക്കെ വണ്ടി വിടരുത്. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മുസ്ലിമുകൾ വിട്ടുനിൽക്കണമെന്ന് സൗദിയിലെ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് 7ാമത് അന്താരാഷ്ട്ര സമ്മേളനം അടുത്ത മാസം 1-ന് ജിദ്ദയിൽ ആരംഭിക്കും. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഓഫ് ഇസ്ലാമിക് എക്കണോമിക് റിസർച്ചേഴ്സ് ആണ് സമ്മേളനത്തിന്റെ സംഘാടകർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ, ഗവേഷകർ, ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. സമ്മേളനം 3 ദിവസം നീണ്ടു നിൽക്കും.
അതേസമയം റബിയുൽ അവ്വൽ മാസത്തിൽ പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ലെന്ന് സൗദിയിലെ വിവിധ പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ മതപണ്ഡിതർ പറഞ്ഞു. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. കണ്ടോ, ആരാണ് ഈ അടിസ്ഥാനരഹിതമായ വാർത്തയായിട്ട് നടന്നത്? ആരാണ് അടിസ്ഥാനരഹിതമായ വാർത്ത? ആരാ ഇതിനെ സ്വാധീനിച്ച ആള്? ആരാ കളവ് നടത്തിയത്? ആരാ തട്ടിപ്പ് നടത്തിയത്? ആരാ അതിനു വേണ്ടിയിട്ട് അച്ചാരം കൊടുത്തത്? അതിനുവേണ്ടി പണിയെടുത്തത്?